സർ, ആക്ച്വലി നമ്മുടെ രാഷ്ട്രബോധം അഥവാ ഈ ഒരു ദേശീയ ബോധത്തിൽ മതത്തിനുള്ള ഒരു പ്രസക്തി എന്താണ്? ആക്ച്വലി നമ്മുടെ കൺട്രി എന്നുള്ളത് ഡെമോക്രാറ്റിക് കൺട്രി എന്ന നിലയ്ക്ക് നിൽക്കുമ്പോൾ ഒരു മതത്തിൽ ഊന്നിയിട്ടുള്ള ഒരു ദേശീയത, അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ഔചിത്യബോധമില്ലല്ലോ ശരിക്കും. സോ സാറിന് അതിനെക്കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ സാവി ചോദിച്ചിട്ടുള്ള ആ ഒരു സംഭവം മതത്തിൽ ഊന്നിയിട്ടുള്ള ഒരു രാഷ്ട്രബോധം എന്നുള്ളത് അതൊരു തെറ്റായ കൺസെപ്റ്റാണ്. വൈ? ബിക്കോസ് ഡെമോക്രാറ്റിക് കൺട്രി എന്ന് വൺ സൈഡ് യൂസ് ചെയ്യും, അതർ സൈഡ് നിങ്ങൾ പറയുന്നത് ഞാൻ ഹിന്ദുവാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, എന്നിട്ട് അതിൻ്റെ മുകളിൽ തല്ലുപിടിയും കൂടിയിട്ട് അണെത്തിക്കലായിട്ടുള്ള പോളിസീസും അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഇന്ന് പറഞ്ഞതല്ല നാളെ പറഞ്ഞതല്ല മറ്റന്നാൾ. ഇന്നവർ തൊപ്പിയിട്ടിട്ട് മുസ്ലിമിനെ പ്രീണിപ്പിക്കും, ഓ ഞങ്ങൾ നിങ്ങളുടെ ആൾക്കാരാണ്, അല്ലാഹു അക്ബർ എല്ലാം പറയും. ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ചന്ദനക്കുറിയും തൊട്ടുകൊണ്ട് ശംഭോ മഹാദേവ എന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന കോപ്രായങ്ങളാണ് ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ് കാണിക്കുന്നത്. അതിനകത്ത് പെട്രിയോട്ടിസം ഇല്ല, അതിനകത്ത് പൊളിറ്റിസിസമാണ്. എനിക്ക് അധികാരം കിട്ടണം, അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ കസേരയിൽ കയറിയിരിക്കണം. അവിടെയാണ് നമ്മൾ പറയുന്നത് പെട്രിയോട്ടിസം ടേക്സ് എ ബാക്ക് സീറ്റ് വെൻ ഇതുപോലുള്ള ഈ കാസ്റ്റിസം നിങ്ങൾ കൊണ്ട് നടക്കുന്ന സമയത്ത്. പിന്നെ നിങ്ങൾ സ്റ്റാമ്പ് അടിക്കുകയാണ്. ഹിന്ദു അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ RSS എന്നൊക്കെ പറയുന്നവർ അവർ ഭാരത് മാതാക്ക് ജയ് എന്ന് വിളിക്കുന്നതും മറ്റുള്ളവരത് വിളിച്ചു കഴിഞ്ഞാൽ അതെന്തോ അച്ചൂത്ത് എന്ന് പറയും. നമ്മൾ ഹിന്ദിയിലൊക്കെ പറയുന്നത് തൊടാൻ പറ്റാത്ത തൊട്ടുകൂടെ തീണ്ടായ്മ എന്നൊക്കെ പറയുന്ന പോലെയാണ്. മറ്റുള്ളവരത് പറയാൻ പാടില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മതപരമായിട്ട് വല്ല പ്രശ്നം ഉണ്ടാവുമോ, ഇങ്ങനെയൊക്കെയുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൊളിറ്റീഷ്യൻസാണ്. അപ്പം ഇവിടെ പെട്രിയോട്ടിസം എന്നുള്ളതിൻ്റെ ആ ഒരു ഡെഫിനിഷൻ തന്നെ വളരെ റോങ് ആണ്. പെട്രിയോട്ടിസം എവ്രിബഡി ഷുഡ് ഹാവ്. ബീങ് എൻ ആർമി മാൻ, ഞാൻ മാത്രമല്ല പെട്രിയോട്ടിക് ആവേണ്ടത്. ഇവിടെ ഉള്ള എല്ലാ കുട്ടികളോടും ഞാനിപ്പോൾ പല സ്ഥലത്തും ഞാൻ ക്ലാസ് എടുക്കാനൊക്കെ പോകുന്ന സമയത്ത് പറയും, നിങ്ങൾ എന്നാൽ ഞാൻ കാരണം മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാവരുത് എന്ന് വിചാരിക്കുന്നു, അവിടെ നിങ്ങളുടെ പെട്രിയോട്ടിസം സ്റ്റാർട്ടാവുകയാണ്. രാജ്യസ്നേഹം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വിഷമം വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യരുത്. ചിലപ്പോൾ അത് അവൻ്റെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവനെ ഹേർട്ട് ചെയ്യുന്നതായിരിക്കാം. ചിലപ്പം ഒരു വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ആ പാർക്കിംഗ് കാരണം എനിക്ക് എൻ്റെ വണ്ടി എടുത്ത് പോകാൻ പറ്റാത്ത അതും മറ്റുള്ളവനെ വിഷമിപ്പിക്കുന്നതാണ്. ഇന്നിപ്പോൾ ഞാൻ എന്താ എഴുതി വാങ്ങിച്ചിട്ടുണ്ട്, ഇല്ല ഞങ്ങളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഒരിക്കലും അല്ലേ, ഞാനൊക്കെ പട്ടാളത്തിൽ ചേരുന്ന സമയത്ത് പലരും ചോദിക്കും നിങ്ങൾ രാജ്യസ്നേഹത്തിനാണ് കയറുന്നത്. ഒരിക്കലുമല്ല, ഞാൻ ശമ്പളത്തിന് കയറിയതാണ്. എനിക്ക് 210 രൂപ അന്ന് ശമ്പളം ഉണ്ടായിരുന്നു. പട്ടാളക്കാരനായിട്ട് കയറുന്ന അന്ന് ആ സമയത്ത് 210 രൂപയാണ് ശമ്പളം. അത് കിട്ടിയാൽ എൻ്റെ ജീവിതത്തിൽ ഓക്കെ, എനിക്ക് ആരോടും കാശ് ചോദിക്കേണ്ട, വീട്ടിലേക്ക് വല്ലതൊക്കെ അയച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ളത്. പക്ഷെ നമ്മൾ അറിയാതൊരു പെട്രിയോട്ട് ആവുന്നൊരു സിറ്റുവേഷൻ. അതെപ്പോഴാണ്? എൻ്റെ കൂടെയുള്ളത് ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്. ഇവരൊന്നും ഒരിക്കലും നമ്മൾ ആ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്നും സംസാരിക്കുകയില്ല. അവൻ വെള്ളിയാഴ്ച അല്ലെങ്കിൽ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവനെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മൾ അമ്പലത്തിൽ പോകുന്നതിന് അവനും കൂടെ വരും. പിന്നെ പട്ടാളത്തിൽ എങ്ങനെയാണ്? ഒരു കൂരയ്ക്ക് കീഴിലാണ് 3 അമ്പലങ്ങളും. ഹിന്ദുവിൻ്റെ അമ്പലം കാണും, ലെഫ്റ്റിൽ ക്രൈസ്റ്റിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം കാണും, ഇപ്പുറത്ത് ഖുറാനും വെച്ചിട്ടുണ്ടായിരിക്കും. ഒറ്റ കൂരയിലാണ്. അവിടെ ഇല്ലാത്ത വകഭേദങ്ങൾ എന്തിനാണ് നിങ്ങളിവിടെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടാക്കിയിരിക്കുന്നത്? എൻ്റെ പള്ളിയുടെ മുമ്പിൽ വെച്ചിട്ട് മൈക്ക് ചെയ്തു, അത് ചെയ്തു, ഇത് അവിടെ വാങ്ങിക്കൊടുത്തു, ഇപ്പുറത്ത് ഭജനം കേട്ടു. ഇതെല്ലാം നിങ്ങളുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പം സാവി നേരത്തെ ചോദിച്ചു മതപരമായിട്ടുള്ള പെട്രിയോട്ടിസം എന്നുള്ളത് പറയുന്നത്, അതിൽ ഊന്നി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളായിട്ടുണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങളാണ്. പെട്രിയോട്ടിക് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഒരിക്കലും മതപരമായിട്ടുള്ള ഒരു പെട്രിയോട്ടിസം ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഏത് മതമാണെങ്കിലും ശരി, യു ആർ എൻ ഇന്ത്യൻ, യു ആർ സ്റ്റാൻഡിങ്. ഇപ്പം കാശ്മീർ ഇഷ്യൂ വന്ന സമയത്ത് അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എവരിബഡി അത് കൊള്ളാം. എല്ലാ സമയത്തും ഇപ്പം നിങ്ങൾക്ക് പെട്രിയോട്ടിസം ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു കാർഗിൽ യുദ്ധം ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിലൊക്കെ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്കെന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ മാത്രം കാണിക്കുന്നതാണോ ഈ പെട്രിയോട്ടിക് ദേശസ്നേഹം എന്ന് പറയുന്നത്? അതാവരുത്. നിങ്ങൾ കാലത്ത് എഴുന്നേറ്റ് വൈകിട്ട് കിടക്കുന്നവരേക്കും അതുണ്ടായിരിക്കണം. അതിന് ഞാൻ ഗവൺമെൻറ്റിനെയും കുറ്റപ്പെടുത്തും. കാരണം നിങ്ങളിവിടെ എൻ്റെ വീട്ടിനകത്ത് ഞാനൊരു നാഷണൽ ഫ്ലാഗ് കെട്ടി വെച്ച് കഴിഞ്ഞാൽ അതിന് ചോദ്യം ചെയ്യാൻ നിങ്ങളുണ്ടായിരിക്കും. നിങ്ങൾ പിന്നെ പ്രധാനമന്ത്രി ഇപ്പം വന്നിട്ടുള്ള പ്രധാനമന്ത്രി ആയതുകൊണ്ട് ജനുവരി 26 അല്ലെങ്കിൽ ഓഗസ്റ്റ് 15 യു ഷുഡ് റേസ് എന്ന് പറഞ്ഞ് ഓർഡർ കൊടുക്കും. അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ എവ്രിബഡീസ് ഹൗസ് യു വിൽ ഫൈൻഡ് ദിസ് ഫ്ലാഗ്. പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറ് ഓർഡർ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അവിടുത്തെ സിറ്റിസൻസിനും അറിയാം ഈ ഫ്ലാഗിനെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം.
നമ്മളിവിടെ കെട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനവിടെ കെട്ടിവെച്ച് പിന്നെ 4 മഴയും തുല്ലാം കഴിയുമ്പോഴത്തേക്കും കൊടിയൊക്കെ പറഞ്ഞ് നീണ്ട അതും വെച്ചുകൊണ്ടിരിക്കും. അതിനെ ഊരിട്ട് ഡിസ്റെസ്പെക്റ്റ് ചെയ്യരുതെന്നുള്ള നമ്മുടെ സിറ്റിസൺ. അവിടെയാണ് മതവും പെട്രിയോട്ടിസം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. യു ഗോട്ട് ടു ബി എ സിറ്റിസൺ ഹു ലവ്സ് യുവർ കൺട്രി. എൻ്റെ രാജ്യത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ മുന്നിട്ടിറങ്ങാൻ വേണ്ടി നിൽക്കുന്നതായിരിക്കും. ഇപ്പം എനിക്ക് ഇഷ്ടംപോലെ കോളുകൾ വരും, വയസ്സായിട്ടുള്ള ആൾക്കാർ, പട്ടാളക്കാർ. സാറേ ഞങ്ങൾ സാറിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ കാശ്മീരിൽ പോകാൻ. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നും മോനെ നിനക്ക് 10-70 വയസ്സായിരിക്കുന്നു, നീ മര്യാദയ്ക്കിരിക്കുക, അവിടെ ചെറുപ്പക്കാർ കുറഞ്ഞുണ്ട്, റിട്ടയർഡ് അവർ പൊയ്ക്കോളും. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ലിസ്റ്റ് വരികയാണെങ്കിൽ അപ്പം നമുക്ക് പോവാം, അതുവരെയ്ക്ക് സമാധാനപ്പെടാം. പക്ഷെ ആ സ്പിരിറ്റ് ഉണ്ടല്ലോ, ദിസ് ഈസ് വാട്ട് ഈസ് പെട്രിയോട്ടിസം എന്നല്ല. അപ്പം മതം ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല സാർ. സോ ഫർഗെറ്റ് അബൌട്ട് ഇറ്റ്.